മോനെ, വാപ്പ പോകുകയാ മോനെ. ഉള്ളതെല്ലാം ആ വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എല്ലാ വാപ്പ പാപങ്ങൾക്കും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഒന്നും നാളത്തേക്ക് കരുതി വെക്കരുതെന്നാ. അതുകൊണ്ട് എല്ലാം കൊടുത്തു. എന്റെ മക്കള് വാപ്പാനെ വെറുക്കല്ലേ, ഈ വാപ്പാനോട് ദേഷ്യം കാണിക്കല്ലേ. കരഞ്ഞുകൊണ്ട് അബൂ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മോനെ വാപ്പ മരിച്ചാ പുതിയ കഫൻ തുണി പോലുമില്ല മോനെ. അബൂ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ. സ്വന്തം മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്തിയിട്ട് പറയുകയാ, ഞാൻ മരിച്ചുപോയാ പുതിയ കഫൻ തുണി പോലുമില്ല മോനെ. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ ജനാസ കുളിപ്പിക്കണേ, വാപ്പയുടെ ജനാസ കുളിപ്പിക്കണേ. എന്നിട്ട് മരുഭൂമിയിൽ കാണുന്ന വഴിയിൽ എന്റെ ജനാസ കൊണ്ടുവെക്കണേ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോയിട്ട് വഴിയിൽ വെക്കണം. അതാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണുമ്പോ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അബൂദർ, നിങ്ങൾ ഉംറയ്ക്ക് പോയിട്ട് ഇഹ്റാം കെട്ടിയ വസ്ത്രം കൊണ്ട് എന്റെ കഫൻ പൊതിഞ്ഞിട്ട് കബറടക്കല്. ഒരു വാപ്പ തന്റെ പൊന്ന